അങ്ങനെ ഞങ്ങളിത് അജ്മാനിലേക്ക് പോകാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന രീതിയിൽ ചിപ്പിക്ക് കേക്ക് ഇഷ്ടമായതുകൊണ്ട് എവിടെ പോയാലും കേക്ക് കൊടുത്ത് വെറുപ്പിക്കുന്ന എൻ്റെ ചിപ്പി അങ്ങനെ ഒരു കേക്കും സെറ്റ് ചെയ്ത് ഞങ്ങളിത് അജ്മാനിലേക്ക് പോവാണ്. ഈ കാണാൻ പോകുന്നത് ആരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പെങ്ങളാണ് കേട്ടോ. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായതേ ഉള്ളൂ. അപ്പോൾ ആ വിവാഹത്തിൻ്റെ പ്രധാന പങ്കുവഹിച്ച ഒരു വ്യക്തി ഞാനാണ്. സ്വന്തമായി അവകാശപ്പെടുകയല്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് പയ്യനെ ആദ്യമായിട്ട് കണ്ടത്. അങ്ങനെ സെക്കൻഡ് ഫ്ലോറിലാണ് അവർ താമസിക്കുന്നത്. അവരെ ഞെട്ടിക്കാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് പുറകിൽ നിന്നും ഓടി സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഞങ്ങളെ ഇത് ആര് നമ്മളെ പുറകെ വന്നിടേ അപ്പോൾ സ്റ്റെയർ വഴി കയറി. ഇത് എന്തൊരു സംഭവം എന്ന് പറഞ്ഞു. ഞങ്ങൾ 7 മണിക്ക് വരാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ 7 ചായ കുടിച്ച് എല്ലാം ഞാൻ വെച്ച് നിങ്ങൾക്ക് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഡ്യൂട്ടി കഴിഞ്ഞാണെങ്കിലും വരും. ഇതൊക്കെ ആദ്യമേ ഞങ്ങൾ വന്നുടനെ നല്ല മണം. തുറക്കണ്ട, ഇങ്ങനെ വെച്ച് ഐസ് കുറച്ചിട്ടാ മതി കേട്ടോ. എനിക്ക് വേണം, പക്ഷെ ഐസ് വേണ്ട. ഓക്കെ. ശരിക്കും പറഞ്ഞ ഒരു പണിയും ചെയ്യാതെ കിടന്ന ടീം ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുന്നെന്ന് പറഞ്ഞ എന്താ കഥ. സംഭവം എന്തിനാണെന്ന് അറിയാൻ വയ്യ. മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് എൻ്റെ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് ഉണ്ടാക്കി തരികയാണ് കേട്ടോ. വെൽക്കം ഡ്രിങ്ക് എന്നാണ് ഇതിനെ അവകാശപ്പെടുന്നത്. എന്തായാലും വേറൊരാള് TV. ഇതാണ് നമ്മ പറഞ്ഞ നടൻ. ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന രംഗമാണ്. വേണമെങ്കിൽ പയ്യൻ കാണൽ എന്ന് പറയാം. അടുത്തത് ഇതാ നമ്മുടെ കഥാനായകൻ്റെ എൻട്രിയാണ്. വരട്ടെ വരട്ടെ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. സാമ്പിൾ അവരെടുക്കും, അതാണ് അവരെടുക്കുമെന്ന് ചിരിച്ചോണ്ടിരിക്കണേ. കാരണം ഇത് ഭയങ്കര വ്ലോഗാണ്. അപ്പം ഇത് ചിരിച്ചോണ്ടും ആ രീതിയിലൊക്കെ ഇരിക്കണം. ഡെയിലി 4 പ്രാവശ്യം 5 പ്രാവശ്യം നിൽക്കണേണല്ലോ. അമ്മ എന്തിനു പറയുന്നു? അമ്മേരെ മുഖത്തോട്ട് അങ്ങോട്ട് നോക്കണം. അമ്മ എന്ത് പറയാത്തേന്ന് പറയും. അമലിനെ പറയാം. ഇന്ന് വിളിച്ചില്ല, ഇന്നലെ വിളിച്ചില്ലേ? നമസ്കാരം. പിന്നെ കഴിവിട്ട് പോയിക്കണം എടി അതാണ് ഉറക്കത്തിലാണ്. ഹലോ, കിടന്നതേ ഉള്ള. ഇന്ന് എവിടെ വിളിച്ചില്ല. ഇവള് ഇപ്പോഴാണ് ആ ഇത് കാണണേന്ന് പറയുന്നത്. ഈ ഫ്രിഡ്ജ് വന്നിട്ട് 2 മിനിറ്റിൽ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ അതുകൊണ്ട് അത് മുകളിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ മേടിക്കാനും ഒരെണ്ണം ഉണ്ട്, അത് ഫിറ്റ് ആവൂലെന്ന് പറയണം. അതിന്റെ റിവ്യൂസ് നോക്കിയപ്പോഴത്തേക്ക് പറയണത് അത് മേടിച്ചിട്ട് കാര്യമില്ല. എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. പപ്പടം ലൈവായിട്ട് പൊരിക്കാൻ പെടുന്ന 2 പപ്പടം ഒരുമിച്ചൊക്കെ ഇട്ട് പൊരിക്കുകയാണ്. സംഭവം ബിരിയാണി ഉണ്ട്, പപ്പടം ഉണ്ട്, പിന്നെന്തുണ്ട് പറഞ്ഞോ, അവൻ പറഞ്ഞോ, കുഴപ്പമില്ല പറഞ്ഞോ. മട്ടൻ കറി ഉണ്ട്, അപ്പം ഉണ്ട്,
ബെറോട്ട ഉണ്ട്. ഉടായ്പ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചോളൂ. എല്ലാം പൊട്ടുന്നത്. പൈപ്പ് 2 പ്രാവശ്യം പൊട്ടി. നല്ല അടിപൊളിയായിട്ട് അപ്പം ഉണ്ടാക്കി. മണിക്കൂർ സാധാരണ ഞാനൊക്കെ 1-2 വട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ പക്ഷെ ഒറ്റ സ്പൂണാണ് ഒഴിക്കുന്നത്, അല്ലാതെ ഇങ്ങനെ ഒഴിക്കുന്ന പരിപാടി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല. കണ്ട് അവരെ പറ. അങ്ങോട്ട് എടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ നോക്കണ്ടേ. അങ്ങനെയല്ല, നമ്മൾ യൂഷ്വലി വീക്കെൻഡ്സിന് ചൂടായോണ്ട് ഇത് കണ്ടാ പറയത്തേ ഇല്ല. ഇത് സംഭവം പറഞ്ഞ് ചെയ്യിപ്പിക്കാണ്. കാരണം അമല് ചോദിച്ചു നമുക്ക് എവിടെ പോവാം ആഹാരം കഴിച്ചിട്ട്. ഇപ്പൊ തന്നെ സമയം ഒരു 11:05 കേട്ടോ രാത്രി. അപ്പോഴത്തേക്ക് നാളെ അവധിയാണ്, നമുക്ക് എവിടെ വേണോ പോവാന്നാണ് അമല് പറയുന്നത്. അപ്പൊ അമല് ഇപ്പോഴേ നമുക്ക് രാത്രി എവിടെയെങ്കിലും പോവാം, കുഴപ്പമില്ല. അത് നിങ്ങളുടെ ഒരു പ്ലേസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ പറയുക. ഇവിടെ അജ്മാനില് എവിടെ വേണോ പോവാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, ആഹാരം കഴിക്കുന്നു പോകുന്നു. അപ്പം എന്തായാലും നോക്കട്ടെ. അപ്പം എവിടെ? അല്ല, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അല്ല, അവള് ഇതിലാണ് വിളിച്ചത്. അവര് 10 വട്ടം സ്പൂണിൽ ഒഴിച്ചേക്കുന്നത്. എനിക്കറിയാൻ വയ്യ. ഞാനങ്ങനെ അവളോട് ചോദിച്ചു. ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്നത്, ഞാൻ അളിയൻ്റെ കൂടെ അബുദാബിയിൽ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പം ഉണ്ടാക്കും. അപ്പൊ അളിയനെ അപ്പം ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ഞാനിത് ഉണ്ടാക്കിയപ്പോ ഞാൻ ഇതേപോലെ ആദ്യം എടുത്ത് ഒഴിച്ച്, പിന്നെയാണ് മനസ്സിലായി ഒറ്റവട്ടം നമ്മൾ ഒഴിച്ചിട്ട് ചരിക്കുമ്പോഴേ കറക്റ്റ് റൗണ്ട് കിട്ടും. പറയൂ, കേക്കട്ടെ. അങ്ങനെയല്ല, കുറച്ച് കൂടുതലായി പോയാലോ എന്ന് പറഞ്ഞിട്ട് മാവ് കൂടി പോവും. മാവ് കൂടി പോവും. മാവ് കൂടി പോകുമെന്ന് വിചാരിച്ച് ഒഴിച്ച് ചെക്ക് ചെയ്യും. അടുത്ത ബെറോട്ടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ബെറോട്ട അപ്പം ബെറോട്ട കയ്യെന്ന് എടുത്ത് വെച്ചു കൊടുക്കല്ലേ. തൊലച്ച് അപ്പം തൊലച്ച്. അപ്പം തൊലച്ച്. എന്റെ പൊന്നേ, എന്റെ പൊന്നേ. ആ അപ്പം എനിക്ക് വേണ്ട, അത് നിങ്ങൾ ഇതിനെ കഴിച്ചാൽ മതി. ബ്രഷ് ചെയ്യണം കേട്ടോ. നിനക്ക് ബെറോട്ടയുടെ വിദഗ്ധനെന്ന് അവകാശപ്പെടുന്നത് അമലാണ്. ഓക്കെ, അപ്പത്തിന്റെ തവി എടുത്ത് ബെറോട്ടയിൽ ഇടരുത് പ്ലീസ്. ഓക്കെ ഓക്കെ, അമല് പറയാ. ഓയിൽ എവിടെ? ഓയിൽ ബ്രഷ് ചെയ്യണം. എല്ലാം നശിപ്പിച്ച് എല്ലാം. അത് നീ ഓയിൽ തേച്ചില്ല. ഇതെല്ലാം ഞാൻ പിടിക്കുന്നുണ്ട്. കാരണം ലോക മലയാളി ജനതകൾ ഇതെല്ലാം അറിയണം. ബെറോട്ടയൊക്കെ ഞാൻ ഉപയോഗിക്കും. ഈ മാവ് കറക്റ്റ് അല്ല. ഓ, അവരിനി ഇവിടെ ഉണ്ടോ നല്ല അപ്പം? ഇന്ന് പോയപ്പോഴത്തേക്ക് പനീർ ഒന്ന് കാണട്ടെ. ആ, ഞാൻ എന്ന് പറഞ്ഞോണ്ടിരിക്കാൻ നിങ്ങൾ അതിന് കാണിക്കുന്നോണ്ടല്ലോ ആവശ്യത്തിന്. വളരെ വ്യത്യസ്തമായ ഒരു ബ്ലോഗാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമല ഇത് പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടുപേരും കൂടെ ചേർന്നാണ്. അപ്പം ഒരു സൈഡ് ഇതെല്ലാം ജിതീഷ് ചേട്ടൻ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം അവളെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് അവളെ കാണിച്ചോ. കാരണം വീട്ടിലേക്ക് എല്ലാരും പക്ഷെ ഇത് നല്ലൊരു ഇതാണ് കേട്ടോ. കാരണം അമല് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഞങ്ങള് വന്ന് കേറിയവരെല്ലാരും അങ്ങനെയാണ്, പണിയെടുക്കുന്നവരാണ്. അല്ലാതെ നിങ്ങളെ പോലെ പണിയെടുക്കാതെ ഇരിക്കുന്നവരല്ല, മടിച്ചതല്ല. വന്ന് കയറിയവരെ കൊണ്ട് പണിയെടുപ്പിക്കുക. അത് ഞങ്ങൾക്ക് വന്നപ്പോഴേ മനസ്സിലായി. അതെ, ചിപ്പി പൂവിന്റെ അപ്പം അവളെ പഠിപ്പിക്കുകയാണ്. ഇനിയിപ്പോ അമലിന്റെ എക്സ്പ്രഷൻ കാണാം പൂവിന്റെ അപ്പം കാണുമ്പോ.
അമലെ പൂവപ്പം കാണാം. പൂവപ്പം ആ തുറന്നു നോക്കൂ. പൂവപ്പം ചേച്ചിയുടെ അവള് സ്ഥിരം എനിക്ക് ഈ അപ്പം ഉണ്ടാക്കി തരണം. കുഴപ്പമില്ല. താമരയെന്ന് മല്ലിച്ചപ്പിട്ടാ. യെസ്, അതൊക്കെ നേരത്തെ ഇപ്പൊ ഞാൻ ചൂടാക്കി. ഞാനും അമലും കൂടെ അമൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കൊന്ന് പോവാണ്. രാത്രി 12 മണിക്ക്. ഇവിടെയാണ് അമൽ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. പൊങ്ങി പറയുന്നതല്ല, ഫുൾ കൺട്രോളിങ് ആണ്. മാനേജർ ലെവലാണ് കേട്ടോ. ഇരിക്കട്ടെ, ഞാനതിരി പൊക്കി അടിക്കുന്നുണ്ടേ. ഓരോ ട്രക്ക് ഡീസലാണ് കേട്ടോ. ഡീസലിൻ്റെ പരിപാടിയാണ്. ഈ കാണുന്നതാണ് ഡീസൽ ടാങ്കുകൾ. ഇതിൽ ഡീസൽ നിറച്ചിട്ടാണ് വണ്ടികളിലേക്ക് കയറ്റുന്നത്. ഇതെല്ലാവരും ട്രിവാൻഡ്രംകാരാണ്. മിക്ക ആൾക്കാരും തിരുവനന്തപുരമാണ്. ആറ്റിങ്ങൽ നമ്മളെ ശരിക്കും ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാണ്. കാരണം ഞാൻ പറഞ്ഞ നമ്മൾ ഷിപ്പിന് ബങ്കർ സപ്ലൈ എന്ന് പറയും. ബങ്കർ സപ്ലൈ എന്ന് വെച്ചാൽ നമ്മൾ ഷിപ്പ് ബർത്തിലേക്ക് വരും. അപ്പോൾ ബർത്തിലേക്ക് വരുമ്പോഴേ അതിന് ഡീസൽ വേണമല്ലോ പോകാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ഇവിടെ നിന്ന് ലോഡ് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ നമ്മൾ ടാങ്ക് ഒക്കെ സെറ്റപ്പ് ചെയ്യാൻ പോകും. ആ സൈഡ് ടാങ്ക് ഒക്കെയാണ്. ടാങ്ക് അങ്ങനത്തെ സംഭവങ്ങൾ. ഇപ്പം ഡീസലിൻ്റെ ആവശ്യം വന്ന കോണ്ടാക്ട് ചെയ്താൽ വെള്ളം എടുത്തില്ലല്ലേ? വെള്ളം അവിടെ വെച്ചു. നമ്മള് മറന്നു വെച്ചു. ചെരുപ്പ് മാറ്റിയപ്പോ ഇതൊക്കെ എന്തേലും സംഭവം നമ്മളോടെ കറങ്ങാൻ പോകാനേ വേറെ ഒരു ഫാമിലിയും കൂടെ ഉണ്ട്. 2 പേരും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇവരെ അങ്ങ് ബാക്കിലേക്ക് തട്ടി. അല്ല, ഒരു 2 പേര് പാട്ട് പാട്. ഏതെങ്കിലും 2 പേര് പഠിച്ച് സ്കൂളിൽ അല്ല സ്കൂളിൽ പഠിച്ച പാട്ടെങ്കിലും. ചിപ്പിടേ ഏതെങ്കിലും 2 പേര് പാട്ട്. ഇടി നീ പാട്. നീ 2 പേര് പാട്ട് പാട്. എന്നാ ഓക്കെ, നിങ്ങളെ നിർബന്ധപ്രകാരം ഞാൻ തന്നെ ഒരു പാട്ട് പാടാം. ഓക്കെ, സ്റ്റിയറിംഗ് ഇറക്കി പിടിച്ചോ. ഞാൻ തന്നെ പാടാം. ഇടയ്ക്ക് കയറി സംസാരിക്കുകയോ സൗണ്ട് ഉണ്ടാക്കുകയോ ചെയ്യരുത്. ഓക്കെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആകാംക്ഷയോടെ ഇരിക്കും. അമ്മനെ പിടിച്ചിരുന്നോ? ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല, കൊച്ചു പൂങ്കുയിലായി പൂമഴയായി എന്നോ മനക്കിന്നാരം, ഈ കൈവളകൾ കൊഞ്ചുന്നു. ഇതാണ് പ്രശ്നം. അങ്ങനെ നമ്മൾ പെർമിഷൻ വാങ്ങിച്ച നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടില്ലേ? ഇതാണ് അവരുണ്ട് ഒരു ചേട്ടൻ. അങ്ങനെ അമലിന്റെ സുഹൃത്തും വൈഫും കയറിയിട്ടുണ്ട്. അവർ 2 പേരും ഇനി ബാക്കിലായാലും അവർ 2 പേരും അവരുടെ കമന്റുകൾ അടിച്ചിറക്കുന്നുണ്ട്. ഇതാണ് സംഭവം. അങ്ങനെ ഞങ്ങള് വെറുതെ ഒന്ന് പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിലേക്ക് കയറുക. കാരണം ഇപ്പോൾ കയറി അവർ ഫുഡ് കഴിച്ചില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാന്നുള്ള പരിപാടിയിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറുകയാണ്. അപ്പോൾ ബാക്കി അടുത്തടുത്ത് ഞങ്ങൾ കിളിയേ കിളിയേ വേഗം പാടണം കേട്ടാ. കറുപ്പിനഴക് ഓ വെളുപ്പിനഴക്
അടുത്തത് കമാൻ അങ്ങനെ ഞങ്ങളെ തിരിച്ച് രാവിലെ 4:45 ഞങ്ങൾ തിരിച്ചെത്തി. കൂടെ ഇവരുമുണ്ട്. ഇവരാണ് ഞങ്ങളെ കൊണ്ടാക്കുന്നത്.